ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദുബായ് സഫാരി പാർക്ക്. ആദ്യത്തെ 2 പാർട്ടിൽ മെയിനായിട്ട് ആഫ്രിക്കൻ വില്ലേജിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു, അവിടുത്തെ കാഴ്ചകളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. ഇനി നമുക്ക് എക്സ്പ്ലോറർ വില്ലേജും ഏഷ്യൻ വില്ലേജും അറേബ്യൻ ഡെസേർട്ട് സഫാരിയും ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആ 3 വില്ലേജിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകളാണ് ഈ ഒരു പാർട്ടിലുള്ളത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒപ്പിയെടുത്ത് വ്ലോഗാക്കാറുണ്ട്. അപ്പോൾ അത്തരം ഡീറ്റെയിൽസും അത്തരം വീഡിയോകളും ഞങ്ങൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. UAE പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഒപ്പം ജോർജിയയിൽ പോയിട്ടുള്ള വിശേഷങ്ങളും അവിടുത്തെ പാക്കേജും ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കൻ വില്ലേജിൽ നമ്മൾ ഹിപ്പോനെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ എക്സ്പ്ലോറർ വില്ലേജിലുണ്ട് ഹിപ്പോ അക്വേറിയം. പക്ഷെ നമുക്ക് അവിടെ ചെന്നപ്പോൾ ഹിപ്പോനെ ഇവിടെ കാണാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അവിടെ നമ്മൾ കണ്ടു, പക്ഷെ ഇവിടെ കാണാനായിട്ട് സാധിച്ചില്ല. നമ്മൾ കയറിയ ആ ഒരു ഏരിയയിലല്ല ഹിപ്പോ ഉള്ളതെന്ന് തോന്നുന്നു, അപ്പുറത്തെ സൈഡ് എന്തോ ആണ്. എക്സ്പ്ലോറർ വില്ലേജിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ടിക്കറ്റും കൂടി എടുക്കണം, എന്നാലാണ് അവിടെ സഫാരിക്ക് കൊണ്ടുപോകത്തുള്ളൂ. അപ്പം നമ്മളത് എടുത്തില്ല, കാരണം നമുക്കിനി ഏഷ്യൻ വില്ലേജും അറേബ്യൻ ഡെസേർട്ട് സഫാരിയും കൂടി കവർ ചെയ്യാനുണ്ട്. ഓൾമോസ്റ്റ് 6 മണിക്ക് നമ്മുടെ ഈ ദുബായ് സഫാരി പാർക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയും കൂടി കവർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മളവിടെ ടിക്കറ്റ് എടുത്തില്ല. ഏഷ്യൻ വില്ലേജിൻ്റെ അവിടെ തന്നെയാണ് ഈ അറേബ്യൻ ഡെസേർട്ട് സഫാരി ഉള്ളത്. അറേബ്യൻ ഡെസേർട്ട് സഫാരിക്ക് കുറേ നേരം നടന്നു കയറിയൊരു ആശ്വാസമല്ലേ.
റോഡിൽ കയറി നടക്കാറ് അത് വഴി തെറ്റിയെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ. അയ്യോ കിടക്കണ ഓരണം. എടാ നോക്കിയടാ പൊന്നാരി. കിഡ്സ് ഫാം. ഒരാൾ ഇഷ്ടായിട്ട് ഓട്ടേന്ന്. അവളുടെ സംഭവം ഇപ്പോഴും ഒന്നേന്ന്. അവിടെ എന്തൊക്കെയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. കിഡ്സ് ഫാം എന്ന് പറയുമ്പോൾ അവർക്ക് ബേർഡ്സ് ഫീഡിങ് ടൈമിംഗ് 3:45 വേണ്ടിയിട്ട് ഇതൊക്കെ തന്നിട്ടുണ്ട്. യെസ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബേർഡ്സിന് യെസ് ഗോ ഇൻസൈഡ്. ഏടാ പാരറ്റ്. ഈ കൊച്ചിനെ എടുത്തിട്ട് അവളെ കൊണ്ട് കൊടുത്തേക്ക്. അന്റെ മുന്നാണോ? അയ്യോ എന്റെ മുന്നിന് നിൽക്കാൻ പറ്റില്ലടാ. പൊന്നു പാപ്പ കൊടുക്കണോ പൊന്നു? ദേടാ പൊന്നു. അച്ചടി കൊടു. അച്ചടി കൊടു. പൊന്നു പശുവിനെ ഭയങ്കര ആഗ്രഹമായിരുന്നു. സാധിച്ചില്ലേ? കൊഴുപ്പുള്ള പാലാട്ടാ. ഞാനൊക്കെ
ടർട്ടിലാണോ പൊന്നോ? സഫാരി മിനി മാർട്ട്. അപ്പോൾ നമ്മൾ ദുബായ് സഫാരി പാർക്ക് ജേണി അവസാനിച്ചു. അപ്പോൾ നമ്മൾ നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വെയിലെ കൊണ്ട് പക്ഷെ മോർണിംഗ് വരണം, ഒരുപാട് ടൈം എടുക്കും ഇവിടെ കാണണമെങ്കിൽ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയായിരുന്നു, അത്യാവശ്യം കാണാൻ കവർ ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ഭയങ്കര ടഫാണ് കാണാനായിട്ട്. വൈകുന്നേരം ഒക്കെ ആയിട്ട് ഇറങ്ങാൻ, അല്ലെങ്കിൽ ഉച്ചരിഞ്ഞായിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല, പിന്നെ വേസ്റ്റ് ആണ്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങാതാണ് നല്ലത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നോക്കണം. ഓക്കെ, തീർച്ചയായിട്ടും വന്ന് നോക്കണം. അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ടു ലൈക്ക് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ബൈ ബൈ. Good night. Goodbye.